കൊച്ചമ്മേ. ഒക്കെ സങ്കടങ്ങളെ ചിന്നു. ഇനിയിപ്പോ എന്ത് വന്നാൽ അനുഭവിക്കാന്ന് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങ് ഉറപ്പിക്കാം. അതാ നല്ലത്. എന്താ? വക്കീൽ ഓഫീസിന്ന് എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. കരുമൻ ചെന്ന് അഡ്വക്കേറ്റ് സോമശേഖരനെ കണ്ടിരുന്നു പോലും. എന്തിന്? എന്തിന് കരുമൻ അങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം തന്നെയാ എന്റെ മനസ്സിലും. നിന്റെ കൂടെ ഇനി ജീവിക്കാൻ വയ്യാന്നും പറഞ്ഞ് വിവാഹമോചനത്തിന് പെറ്റീഷൻ കൊടുക്കാൻ. അഡ്വക്കേറ്റ് സോമശേഖരൻ അച്ഛന് വളരെ വേണ്ടപ്പെട്ട ആളാ. അതുകൊണ്ടാ എന്നോടെന്നെ വിളിച്ചത്. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോ കരുമ വഴക്കിട്ടിറങ്ങിപ്പോയത്രേ. നാട്ടിൽ വേറെ വക്കീലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വേറെ ഏതോ ജൂനിയർ വക്കീലിനെ കൊണ്ട് കരുമൻ നോട്ടീസ് അയപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. കരഞ്ഞിട്ട് എന്താ ചിന്നു പ്രയോജനം? അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തന്നെ തീർക്കണമെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. കരുമൻ എന്നെ വേണ്ടെന്ന് പറയില്ല. അത് തന്നെ എന്റെയും വിശ്വാസം. പക്ഷെ സത്യം അതല്ല. കരുമ വിവാഹമോചനത്തിലുള്ള നോട്ടീസ് അയച്ചു കഴിഞ്ഞു. എനിക്ക് കരുമനെ കാണണം. ഞാനിപ്പോ വിചാരിച്ച ഒന്നും നടക്കില്ല ചിന്നു. കരുമന്റെ ഏറ്റവും വലിയ ശത്രു ഞാനായിപ്പോ. കാരണം നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ഞാനാണല്ലോ. അല്ല, കൊച്ചമ്മ എന്നെ സഹായിച്ചതാ. അത് നിനക്കല്ലേ അറിയൂ. മറ്റുള്ളവരൊക്കെ വിചാരിക്കുന്നത് നിന്റെ സ്വത്തുക്കളെ തട്ടിയെടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ നിന്നെ തളർത്തിയിട്ടുന്നാ. നീ ഒരു വാക്ക് പറഞ്ഞ എത്ര സ്വത്തുക്കൾ വേണമെങ്കിലും അച്ഛൻ നിനക്ക് എഴുതിത്തരും. അത് നിനക്കും അറിയാലോ. ആ സത്യം അറിയാത്ത ആരൊക്കെയോ കരുമനെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. കഷ്ടകാലത്തിന് നിന്റെ പേരിലുള്ളത് അച്ഛൻ ആ പ്രദീപിന് എഴുതി കൊടുക്കുകയും ചെയ്തു. രണ്ടും കൂടി ആയപ്പോ കരുമനും തോന്നിക്കാണും നീരേറ്റുകാരെല്ലാം കൂടി നിന്നെ ചതിച്ചു എന്ന്. കൊച്ചമ്മേ, കരുമൻ. അച്ഛൻ വൈകിട്ടെത്തും ചിന്നു. ഇനി എന്തു വേണമെന്ന് നിന്റെ അപ്പാപ്പൻ തന്നെ തീരുമാനിക്കട്ടെ. അച്ഛൻ സമ്മതിച്ച നിന്നെ കരുമന്റെ അടുത്ത് കൊണ്ടുപോവാം. കുഞ്ഞിനെ കാട്ടിത്തരാം. നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയൊക്കെയും നമുക്ക് പറഞ്ഞു തീർക്കാം. നീ വിഷമിക്കാതിരിക്കെ. சாப்பிடுங்க கண்ணே. பிரமாதமான சாம்பார் இருக்கு. എനിക്ക് വേണ്ട. இப்படியெல்லாம் வானா நான் என்ன பண்ணுவேன் கடவுளே? சாப்பிடு கண்ணே, இல்லைன்னா உடம்புக்கு ரொம்ப கஷ்டமாயிடும். வாங்க சார். ഇന്നലെ ഇരവക്കപ്പുറം ആതിര ഒന്നുമേ സാപ്പിട്ടില്ല. എന്തു പറ്റി മോളെ? എനിക്ക് അമ്മൂനെ കാണണം. എനിക്ക് ഡാഡിയുടെ വീട്ടിൽ പോണം. ഇല്ലെങ്കിൽ നീ ഭക്ഷണം ഒന്നും കഴിക്കില്ലേ? ഇല്ല. മര്യാദക്ക് ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ മുളക് പൊടി എടുത്ത് നിന്റെ കണ്ണി തെക്കി ഞാൻ. കഴിക്കടി. ഇതൊക്കെ എന്നെ സാർ ഒരു അവസാനം. ആ, അവസാനിക്കും. എന്തെങ്കിലും ഒരു ദിവസം അവസാനിച്ചേ പറ്റൂ. சொல்லுங்க சார். எனக்கு ரொம்ப பயமா இருக்கு. സോനമോടെ കുളന്ത ആര്? ആരായാലും എന്താ, പട്ടർക്ക് കാശ് കിട്ടിയ പോരെ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ മുന്നിൽ വന്ന് പെടുന്നവരെല്ലാം എന്റെ ഇരകളാ. നിങ്ങളും ആ കുട്ടികളും എല്ലാം. കടം കയറി ഹോസ്റ്റലിൽ പൂട്ടിയപ്പോ ഞാൻ തന്ന 50,000 ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയാ അറിയാലോ എന്നെ.
എൻ്റെ കൂടെയുള്ളവരും പട്ടർക്കറിയാം. മൈസൂർ കാട്ടിലെ പുലികൾക്ക് ആഹാരമാകണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒബേ മീ. എന്തായി അച്ഛാ? അപ്പാപ്പ കരുമൻ കണ്ടു കുഞ്ഞെ, വക്കീലിന്റെ മധ്യസ്ഥതയെ സംസാരിക്കുകയും ചെയ്തു. ഒടുക്കം കരുമൻ എന്റെ നേരെ കൈയോങ്ങി എന്നെ തല്ലാൻ. അച്ഛനിങ്ങനെ വിഷമിക്കല്ലേ, ഒക്കെ നമ്മുടെ ചിഹ്നന് വേണ്ടിയല്ലേ. ആ സാരമില്ല മോളെ, ഇതിലും വലിയ അവമാനമൊക്കെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഈ അച്ഛൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും അപ്പാപ്പ ഏയ് എന്റെ കുഞ്ഞ് സങ്കടപ്പെടണ്ട. കാല് പിടിച്ചു പറഞ്ഞിട്ടും കരുമൻ ഇങ്ങോട്ട് വന്നില്ല കുഞ്ഞെ. നിന്റെ മുഖം പോലും അവന് കാണണ്ട അന്ന്. ഇപ്പോ ഇവിടെയുള്ള ഒറ്റയാളുടെ മുഖം അവന് കാണണ്ട അന്ന്. എല്ലാരും ചേർന്ന് നിന്നെ രോഗിയാക്കി. അത് കഴിഞ്ഞ് നിന്റെ സ്വത്തുക്കൾ ഞാൻ കൈക്കലാക്കി. നിന്റെ കുഞ്ഞിനെ ഒന്ന് കൊല്ലാൻ നോക്കി. ഇതൊക്കെയാ അവന്റെ ആരോപണങ്ങൾ. ഇത്രയൊക്കെ നടന്നിട്ടും നീ കരുവന്റെ അടുത്തേക്ക് തിരിച്ചു പോയില്ല. നീയും അവനെ ചതിച്ചു. അതാ നിന്റെ പേരിലുള്ള കുറ്റം. ഒരൊറ്റ തവണ കരുമൻ എന്നെ വന്ന് കാണാൻ വേണ്ടി അപ്പാപ്പൻ പറഞ്ഞില്ലേ? പറഞ്ഞു കുഞ്ഞെ, കാല് പിടിക്കാവെന്ന് പറഞ്ഞു ഞാൻ. അപ്പോഴാ പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ വന്നത്. എന്റെ കുഞ്ഞിനെ അവൻ അക്കരെ കാട്ടിലേക്ക് കടത്തി മുത്തിയമ്മയുടെ അനിയത്തെ ഏൽപ്പിച്ചിരിക്കുക വളർത്താൻ. നമ്മൾ പോലീസിനെയും കൊണ്ടുചെന്ന് ബലമായി കുട്ടിയെ കൊണ്ടുവരുമെന്നറിയാം അവന്. അതുകൊണ്ട് ഒരു മഴ മുന്നേ എറിഞ്ഞു അവൻ. അപ്പോ ഡൈവേഴ്സ് നോട്ടീസ് അയക്കുന്നു ഉറപ്പായോ? അതെ മോളെ, ഇവളെ അവന് വേണ്ടാന്ന് തീർത്തു പറഞ്ഞു. ഇനി കാടിന്റെ പരിസരത്തെങ്ങാനും ഇവളെ കണ്ടാൽ കൊന്നു കുഴിച്ചു മൂടുവെന്ന പരിസരം പറഞ്ഞവൻ അലറിയത്. നിന്റെ കുഞ്ഞിന് വേണ്ടി ഇനി അപ്പാപ്പൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ സങ്കടം മാറ്റാൻ എന്തിനും അപ്പാപ്പൻ തയ്യാറാണ്. ഊരിലേക്ക് ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന്റെ കാൽക്കൽ വീഴാൻ ഞാൻ ഒരു മൂപ്പന്റെ കാല് പിടിക്കാം. വേണ്ട വേണ്ട പാപ്പ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും അവന്റെ മനസ്സ് മാറിയില്ലല്ലോ. എനിക്കിനി അവന്റെ മുഖം കാണണ്ട. കുഞ്ഞേ, അതെ, എനിക്ക് വേണ്ടവനെ. പക്ഷേ എന്റെ കുഞ്ഞിനെ അപ്പാപ്പൻ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരണം. അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ചിന്നു, മമ്മി വേഗം. ദാ വരുന്നു. വേഗം മോനെ, ഇപ്പൊ സ്കൂൾ വാൻ വരും. അല്ല, നീ എങ്ങോട്ടാടി? സ്കൂളിലേക്ക്. നിന്റെ ഒരു സ്കൂള്. അയ്യോ ആന്റി. ദേ മമ്മി, ഒന്ന് പോടി അവിടുന്ന്. സരസ്വതി ദേവിയാ. ഇന്നു മുതൽ നീ സ്കൂളിൽ പോണ്ട. തീർന്നു നിന്റെ പഠിത്തം. പ്ലീസ് ആന്റി, ഞാനും കൂടി പൊക്കോട്ടെ പ്ലീസ്. മിണ്ടി പോരുത്. ഇനി നിന്റെ പഠിത്തം അടുക്കളയില. ചെന്ന് ചോറും കറിയും വെക്കാൻ നോക്കടി ജന്തു. പോ. അഞ്ജു, അതിരെ എന്തിനാ അമ്മ കരയുന്നേ? എന്നെ
ആന്റി സ്കൂളിൽ വിടുന്നില്ല. മോള് കരയണ്ട കേട്ടോ. ഓ, 2-ാം നമ്പറിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോ. പുറത്തൊരു ബോർഡും കൂടി വെച്ചേക്ക്, അച്ഛൻ തൊട്ടിൽ. അനാഥ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോളൂ. ഏയ്, ഇവളങ്ങനെ സ്ഥിര താമസത്തിനൊന്നും വന്നതല്ല. അമ്മക്കുട്ടിയെ കാണുമെന്ന് നിർബന്ധം പിടിച്ചപ്പോ ഞാനീ കൂട്ടിയെന്നേ ഉള്ളൂ. ഏയ്, അത് വേണ്ട. സ്ഥിരതാമസം ആയിക്കോട്ടെ. ഞാനും എന്റെ മോന് മാറി തന്നേക്കാം. എങ്ങോട്ട് മാറാൻ? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറും. ഇഷ്ടമുള്ളതിന്റെ കൂടെ ചെന്ന് പൊറുക്കും. ഇല്ലടി, ഇനി നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ഇറങ്ങണമെന്നുണ്ടെങ്കിലേ ഈ കുഞ്ഞുങ്ങൾക്ക് ആരോ ഒരാൾക്ക് അവകാശപ്പെട്ട സകല സ്വത്തുക്കളും തിരിച്ചു കൊടുത്തിട്ട് നീ പടി ഇറങ്ങൂ. കുറെ ആയിട്ട് ഞാൻ ക്ഷമിക്കുക. ഇനി നീ വാല് പൊക്കിയ അടിച്ചിന്റെ പല്ല് ഒഴുകി ഞാൻ. വേണ്ട ഡാഡി, വഴക്കിടണ്ട ഡാഡി. ഞങ്ങൾ രണ്ടാളും പണ്ടത്തെ പോലെ ഹോസ്റ്റലിൽ തന്നെ കഴിഞ്ഞോളാം ഡാഡി. ഞങ്ങളെ ഇനി രണ്ടിടത്ത് താമസിപ്പിക്കരുതേ ഡാഡി. ഇല്ല മക്കളെ, നിങ്ങൾ രണ്ടാളും ഇനി ഇവിടെ തന്നെ താമസിച്ചാൽ മതി. ഇനി ഈ തെണ്ടികളുടെ കൂട്ടത്തിൽ ഞാനും എന്റെ മോനും താമസിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നിങ്ങൾ കരുതണ്ട. ചണ്ടിനെ വിഷം കലക്കി കൊടുത്ത് കൊല്ലും ഞാൻ. തൊട്ടു പോകരുതല്ലേ. നിന്റെ ഈ കണ്ണീര് തുടയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള അവകാശമോ അധികാരവും എനിക്കില്ലല്ലോ. പ്രദീപ് ആതിരയെ ആദിശേഷന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയെങ്കിൽ തിരിച്ചവിടെ എത്തിക്കാൻ എനിക്കറിയാം. കളി ശ്യാമനോട് നന്നല്ലെന്ന് അവനെ ഞാൻ പഠിപ്പിക്കും. വേണ്ട, അവരെ വിട്ടേക്ക്. ആ 2 കുട്ടികളും നമുക്ക് വേണ്ട. എന്താ പറഞ്ഞേ? ആ 2 കുഞ്ഞുങ്ങളും നമുക്ക് വേണ്ടെന്നല്ലേ? അപ്പോ അഞ്ചു എന്റേതായെന്ന് കരുതിക്കോട്ടെ ഞാൻ. അഞ്ജുവിന് വേണ്ടി ആ കുട്ടികളെയും സ്വത്തുക്കളും ഒക്കെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ സ്വത്ത് മതി എനിക്ക്. ഇതിനേക്കാൾ വിലയുള്ള സ്വത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ വേറെയില്ല. നമുക്ക് ജീവിക്കാൻ അഞ്ജുവിന്റെ സ്വത്തുക്കൾ വിട്ടുകിട്ടുന്ന പണം ധാരാളം. നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നിന്റെ തണലിൽ നിന്റെ അടിമയെ ജീവിക്കാൻ എനിക്ക് സന്തോഷം. അരുത്, അങ്ങനെയൊന്നും പറയരുത്. എനിക്കുള്ളതൊക്കെ ശ്യാമിൻ്റെതല്ലേ. ചെക്ക് കിട്ടിയാൽ ഉടനെ ഞാനത് ശ്യാമിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാം. എനിക്ക് ശ്യാമിന്റെ സ്നേഹം മാത്രം മതി. അത്തേക്ക് കയറാം. വാ. വാ, വാ. നിക്ക്, ആരാത്? എന്താ ഒളിച്ചും പതിങ്ങളി വരവ്? കക്കാൻ അറിയുന്ന 2 കൂടി? അല്ല, ഇത് ആരായി വന്നിരിക്കുന്നേ? 2 അമ്മാമ്മ ഒരു ലഡു കൊണ്ടുതരാം. വേണ്ട വേണ്ട, ഇതില് ശരിയായ അമ്മുക്കുട്ടിക്ക് മാത്രം ലഡു തരാം. ഇവര് തന്നെ പറയട്ടെ ആരാ ശരിയായ അമ്മുക്കുട്ടിന്ന്. പറ, ആരാ അമ്മുക്കുട്ടി? ഞാനാ അമ്മുക്കുട്ടി. ഞാനാ അമ്മുക്കുട്ടി. കള്ളം പറയുന്നോ? മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്ക. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും ഞാൻ.